ഞാൻ ചെയ്ത പല വീഡിയോയുടെയും താഴെ വന്നിട്ട് പല ആൾക്കാരും കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം അമേരിക്ക പോയപ്പോൾ ഞാൻ ജോർജ് സോറസിനെ കണ്ടു എന്നും അമേരിക്കയിൽ പോയി പൂർണ്ണമായിട്ടും അമേരിക്കൻ പിന്തുണക്കാരനായിട്ടാണ് തിരിച്ചു വന്നതെന്നും ഒക്കെ വലിയ വലിയ രീതിയിലുള്ള കംപ്ലൈന്റ്. ജോർജ് സോറസിന്റെ ഫണ്ട് വാങ്ങി ഈ ബോംബെയിൽ മറ്റേ റിപ്പബ്ലിക്കിന്റെ സ്റ്റുഡിയോയിലിരുന്ന് അർണബ് ഗോസ്വാമി ഒരു വീഡിയോ, ഞാൻ അതിൻ്റെ ക്ലിപ്പും കണ്ടു. ഓരോരുത്തർക്കും $5,000 $10,000 ഒക്കെ വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു കാര്യം പറയും, എനിക്ക് ജോർജ് സോറസിനെ നേരിട്ട് അറിയത്തില്ല, എനിക്ക് അയാളുടെ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുമില്ല. ഇത്രയും നാൾ ഒരു തേർഡ് പാർട്ടി ഫണ്ട് മേടിച്ചിട്ടല്ല ഞാൻ ജേർണലിസം ചെയ്യുന്നത്. പിന്നെ എന്നെ കാണുന്ന നിങ്ങളോടൊരു കാര്യം പറയുന്നു, വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല. എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 100% ഞാൻ ഈ പറയുന്നതിൻ്റെ അകത്ത് ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം. അതിനകത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഞാൻ BJP-കാരനോ RSS-കാരനോ ഒന്നും അല്ല. എനിക്ക് മോദിയോട് താല്പര്യമുണ്ട്. കാരണം ഇന്ത്യയെ മാറ്റാൻ വേണ്ടി അദ്ദേഹം നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണം എൻ്റെ ഡൽഹി ലൈഫിൽ ഏകദേശം 28-29 വർഷമായി. ഇത് ചെറിയ കാലയളവല്ല. നേരിട്ട് കാണുന്ന എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള റിസൾട്ടാണ് ഇന്ത്യയിലെ ഓരോ പൗരനും കിട്ടുക, അതിൽ ഞാൻ കൺസേൺഡ് ആണ്. അപ്പം അതിനകത്ത് എനിക്ക് മോദിയോടുള്ള താല്പര്യം, അദ്ദേഹം ഇന്ത്യയെ ഒരു പുതിയ ദിശയിലേക്ക് വളർത്തുവാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ലോക GDP-യിൽ 10 ആയിരുന്നു, 5ാം സ്ഥാനത്തേക്ക് 10 വർഷം കഴിയുമ്പോൾ 5ാം സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നത്. അതിലെനിക്ക് മോദിയോട് മാത്രമാണ് താല്പര്യം. ഈ BJP-യോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കൃത്യമായിട്ട് അങ്ങ് പറയാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് BJP എന്ന് പറയുന്നത് മറ്റൊരു കോൺഗ്രസ് ആണ്. അതാണ് ഈ പല സ്റ്റേറ്റുകളിൽ അടിയും പിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും കുത്തും ഒക്കെ നടക്കുന്നതിൻ്റെ കാര്യം അതിനെ മാറ്റാൻ മോദി ശ്രമിക്കുന്നുണ്ട്, പലയിടത്തും പരാജയപ്പെടുന്നുണ്ട്. പിന്നെ പല പോളിസികൾ വന്ന മാറ്റം, അതെന്താണ്? ആ പോളിസിയിൽ വന്ന മാറ്റത്തിൽ ഇന്ത്യക്ക് അടി കിട്ടുന്നോ ഇല്ലയോ, ഇതാണ് എൻ്റെ ചോദ്യം. കാരണം ഒരു നല്ലൊരു വാഹനം ഒരു ഹൈവേ കൂടെ ഓടുകയാണ് നല്ല ഫാസ്റ്റായിട്ട്, ഏകദേശം 90-100 കിലോമീറ്റർ വേഗതയിൽ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയുടെ ഒരു ഭാഗത്തെ 2 ടയറുകളുടെ കാറ്റ് ഊരി വിടുന്നു, വണ്ടി എവിടെ ചെന്ന് നിൽക്കും? ഇതാണ് ചോദ്യം. ഈ ചോദ്യമാണ് അതിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പല വീഡിയോയും ചെയ്തത്. കാരണം നമ്മളൊരു എമേർജിങ് എക്കോണമിയാണ്, വൈബ്രന്റ് എക്കോണമിയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ, അതായത് റഷ്യ-ഉക്രൈൻ വാറിനകത്ത് റഷ്യയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓടുന്ന വണ്ടിയുടെ 2 ടയറിൽ, അതായത് ഒരു സൈഡിൽ 2 ടയറിന് കാറ്റ് ഊരി അങ്ങ് വിട്ടു, സ്വയമേ ഊരി അങ്ങ് വിട്ടു. എന്നിട്ട് വണ്ടി എത്രമാത്രം ഫാസ്റ്റ് ഫേസിൽ ഓടാൻ പറ്റും? ഇതാണ് ചോദ്യം. അതുണ്ടാകരുത്, അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ വല്ലാത്ത വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ് താഴെ വരുന്നതിൽ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഇനി ജോർജ് സോറസുമായിട്ടുള്ള വിഷയത്തെ പറ്റി പറയാം. നിങ്ങളിപ്പോഴല്ലേ കേൾക്കുന്ന ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ? 2000 ഞാനൊരു ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സ്റ്റോറി വളരെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തെഹൽക്കയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഞാനിടാം. കാരണം ഇന്ത്യൻ എക്സ്പ്രസും മറ്റുള്ള പത്രങ്ങളെല്ലാം അത് എന്നെ കോട്ട് ചെയ്ത് സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴാണ് ബോംബെ സ്റ്റുഡിയോ ഇരുന്ന് ഒരുത്ത കൂടാന്ന് വിളിച്ച് പറയും. ഇതൊക്കെ ഞാൻ 2000 പറഞ്ഞതാ സംഭവം. എന്താ അതിൻ്റെ അത് പറയുന്നത്? ഡച്ച് ഗവൺമെൻറ് അവരുടെ എംബസി ത്രൂ നോർത്ത് ഈസ്റ്റിലുള്ള ക്രിസ്ത്യൻ NGOസിനെ ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നു. ഈ ഫണ്ട് അവിടെ ആയുധം വാങ്ങാൻ വേണ്ടി നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസിൻ്റെ കയ്യിൽ പോകുന്നു. ഇതാണ് സ്റ്റോറി. LK അഡ്വാനി അന്ന് അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു.
എനിക്കെതിരെ ഉണ്ടായത് 2001 മാർച്ച് 8 കേന്ദ്ര ഗവൺമെന്റ്, അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് എനിക്കെതിരെ CBI കേസെടുക്കുന്നു, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്. അത് പെട്ടെന്ന് തന്നെ ഡച്ച് എംബസി അതിശക്തമായ പ്രതിഷേധം പറയുന്നു. ഞങ്ങളെപ്പറ്റി തെറ്റായ ആരോപണം സോ ജേർണലിസ്റ്റ് സോ വെബ്സൈറ്റിൽ ചെയ്യുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെട്ടെന്ന് ഇയാൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് അവർ പ്രതിഷേധം ഇറക്കുന്നത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ എനിക്കെതിരെ എടുത്ത കേസ് എന്ന് പറയുന്നത് CBIയുടെ കേസ്, ഞാൻ ഇന്ത്യയും ഡച്ചുമായിട്ടുള്ള അവരുടെ നയതന്ത്ര ബന്ധം നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു, ഒന്ന്. രണ്ടാമത് പറയുന്നത്, എനിക്ക് എങ്ങനെയാണ് ഹോം മിനിസ്ട്രിയിലുള്ള ഇത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയത്, രണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ടോളം സീനിയർ ഹോം മിനിസ്ട്രിയുടെ ഓഫീഷ്യൽസ്, ഒരു നീരജ് കുമാർ നോർത്ത് ഈസ്റ്റിൻ്റെ ചാർജാണ്, മറ്റൊന്ന് തോമസ് മാത്യു മലയാളിയാണ്. ഈ രണ്ടുപേര് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസാണ്. തോമസ് മാത്യു കഴിഞ്ഞ ഒരു 2-3 വർഷമായി റിട്ടയറായി. ഇവർ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു. എനിക്കെതിരെ കേസ് വളരെ വിപുലമായിട്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. 2005 ഇതിൻ്റെ പേരിൽ, 2015 ഇതിൻ്റെ പേരിൽ എന്നെ തിഹാറിൽ 2 ദിവസം കൊണ്ട് അകത്തിട്ടു. അതും ആലോചിച്ച് നോക്കണം. BJP ഗവൺമെൻറ്. ഞാൻ എന്തുവാ പറഞ്ഞത്? വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വിദേശ ഫണ്ടുകൾ ഇവിടെ വരുന്നു, അതിവിടെയുള്ള ഇൻസർജന്റ് ഗ്രൂപ്പിന് ക്രിസ്ത്യൻ NGOs വഴി പോകുന്നു. ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കണം. അപ്പം തീസസാരി കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ചാർജ് ഷീറ്റൊക്കെ കയറി വന്നു. അപ്പം എനിക്കെതിരെ ഒരു വിറ്റ്നസ് എന്ന് പറയുന്ന മലയാളിയായ ഗോപാലകൃഷ്ണ പിള്ള, പിന്നീട് അദ്ദേഹം ഹോം സെക്രട്ടറി ആയിരുന്നു, അന്ന് അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു നോർത്ത് ഈസ്റ്റ്. അപ്പം അങ്ങനെയുള്ള സീനിയർ ഓഫീഷ്യൽസ് എനിക്കെതിരെ വിറ്റ്നസ് ആയിട്ട് അവരുടെ പേരെല്ലാം ഉൾപ്പെടെയാണ്, അവരുടെ അഫിഡവിറ്റ് ഉൾപ്പെടെയാണ് തീസസാരി കോടതിയിൽ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, അതായത് CBI. അതിൻ്റെ ചാർജ് ഷീറ്റിൽ ഞാൻ കണ്ടത്. ഞാനിത് കണ്ടസ്റ്റ് ചെയ്തു ഈ കേസ് വളരെ ശക്തമായ രീതിയിൽ. അവസാനം എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യമാണ്, ഇവിടെ വിദേശ ഫണ്ട് കൊണ്ടുവന്ന് ഇൻസർജൻസിനും ടെററിസ്റ്റുകൾക്കും കൊടുക്കുവാൻ വേണ്ടി പല രാജ്യങ്ങളെ എംബസിയെ അമേരിക്ക ഉപയോഗിക്കുന്നതായിരുന്നു എൻ്റെ സ്റ്റാൻഡ്. ഇത് അവസാനം ഹൈക്കോടതി വരുന്നു. ഈ കേസ് എനിക്ക് അനുകൂലമായിട്ട് ഇതിൻ്റെ ചാർജ് ഷീറ്റ് മുഴുവൻ തള്ളിക്കളഞ്ഞു. മനസ്സിലായോ? സോറസിനെ പറ്റി നീയൊക്കെ ഇപ്പം കേൾക്കുക. ഇതൊക്കെ ഞാൻ അന്ന് ഇത് അനുഭവിച്ച് മുന്നോട്ട് പോയത്. എനിക്ക് ഗെയിം പരിപാടികളൊക്കെ അറിയാം. ആലോചിക്കുക, BJP ഗവൺമെൻറ് എനിക്കെതിരെ ചെയ്ത സംഭവമാണിത്. ഇനി മറ്റൊന്ന്, ഈ ജോർജ് സോറസിനെ പോലെ ആയിരക്കണക്കിന് പേരുണ്ട്. ഒരു രാജ്യം, അതായത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുക, ഇപ്പം നിങ്ങൾ രക്ഷപ്പെടുന്നു, നന്നാവുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളെ ആക്രമിക്കാൻ പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പം വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു രാജ്യമാണ് ഇപ്പോഴും ഇന്ത്യ. കാരണം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളിലും മോദി സർക്കാരിൻ്റെ പല നടപടികളും തെറ്റായിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങൾ കണ്ടു കാണും എന്താണ് ബംഗ്ലാദേശിൽ നടന്നത്. നിങ്ങൾ കണ്ടു കാണും ഇപ്പം മണിപ്പൂർ. അതിനെപ്പറ്റി അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം, എന്താണ് മണിപ്പൂരിൽ നടക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാവുന്നതാണ് 2023 കോഡ്. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ 4ഓളം രാജ്യങ്ങൾ ചേർന്നിട്ടാണ് കോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയത്. അതിൻ്റെ ഫസ്റ്റ് ഹോസ്റ്റ് ചെയ്ത കൺട്രിയാണ് ജപ്പാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുന്നു. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൽബനീസ് പറയുന്നു വിശ്വഗുരു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരുന്നത്. എന്തിനാണ് ഈ 4 രാജ്യങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കൂടെ കൂട്ടി ഈ കോഡ് ഉണ്ടാക്കിയത്? അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നു ശക്തമായ രീതിയിൽ. അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നു, മറ്റുള്ള സഹായം കൊടുക്കുന്നു, ട്രേഡ്. ഇതാണ് കോഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയും വലിയ സംഭവമായിട്ട് അവിടെ പോകുന്നു. 2024 കോഡ് ഇന്ത്യയിൽ നടക്കേണ്ടതാണ്.
ഈ പറഞ്ഞ 3 രാജ്യങ്ങളും പറഞ്ഞ് ഇന്ത്യയിലോട്ട് ഇപ്പം വരാൻ താല്പര്യമില്ല. ആലോചിച്ച് നോക്കുക, എവിടുന്ന് എങ്ങോട്ട് പോയി ഗെയിം? ഇതൊക്കെ പത്രങ്ങളിൽ ഗ്ലോബൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കും ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർക്കും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയിൽ കോഡിന് വരാൻ താല്പര്യമില്ല. അവര് സംഭവം വേണ്ടാത്ത രീതിയിലായി. അവസാനം ഇന്ത്യ അവരുടെ കാലയെ പിടിച്ചിട്ട് ഇപ്പോൾ കോഡ് 2024 അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ഡെലവെയറിലുള്ള അദ്ദേഹം താമസിക്കുന്ന ആ സിറ്റിയിൽ വെച്ച് നടത്താം എന്നുള്ള ഏകദേശ ധാരണയായി. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ എവിടെ നിന്ന രാജ്യമായിരുന്നു, എത്ര ഉന്നതിയിലോട്ട് പോയ രാജ്യമായിരുന്നു. ഇപ്പോൾ ഓരോ ഇഷ്യൂലും കയറി പിടിക്കുക നമ്മളെ. ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ആരായിട്ട് ലൂസർ? നമ്മളാണ് ലൂസർ. അതായത് നമ്മളിപ്പോൾ എക്കോണമി മുഴുവൻ അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തു. അവൻ പറയുന്നതെല്ലാം കേട്ടു, അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ട്, അതായത് നമ്മുടെ തല കൊണ്ട് അവൻ്റെ കക്ഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ മുക്രിയിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവൻ പറഞ്ഞ ലൈനിൽ കൂടെ പോയേ മതിയാവത്തുള്ളൂ. അതിൻ്റെ ചലനങ്ങളാണ് ഇന്ത്യയുടെ ബോർഡറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ബോംബെയിൽ ഒരു സ്റ്റുഡിയോ ഇരുന്ന് വിളിച്ചു കൂവിയോട്ടൊന്നും കാര്യമൊന്നുമില്ല. അൾട്ടിമേറ്റായിട്ട് ഞാനും നിങ്ങൾ ഓരോ ഇന്ത്യക്കാരും അനുഭവിക്കാൻ പോവുകയാണ്. ഉറപ്പായിട്ടും നരേന്ദ്രമോദിക്ക് ഇപ്പം സംഭവങ്ങളെല്ലാം പിടികിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ട്രിപ്പ് തന്നെയാണ് ഒക്ടോബറിൽ വരാൻ പോകുന്ന അമേരിക്കൻ ട്രിപ്പ്. ഇത് മനസ്സിലാക്കുക. ജോർജ് സോറസോ ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാർ കാണും. പല പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ത്യ ഒപ്പോസിഷൻ പാർട്ടിയില്ല, ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. BJP പോലും 3-4 പീസാക്കി കളയും. ഇതാണ് സംഭവം. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിൾ അല്ല ഇത്. ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ നോട്ടം എന്ന് പറയുന്നത് ലോങ് ടൈം ആണ്, ഒരിക്കലും അത് ഷോർട്ട് ടൈം അല്ല. ഷോർട്ട് ടൈം ഗെയിൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. ലോങ് ടൈം ആ രീതിയിലാണ് അവർ പോകുന്നത്. ഇതിനകത്ത് ഇപ്പോൾ അമേരിക്ക തെറിവിളിച്ചിട്ട് എന്തോ കിട്ടാൻ? മൈൻഡ് പോലും ചെയ്യത്തില്ല. ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തൊരു അമേരിക്കൻ പ്രസിഡന്റിനോട് വിളിച്ചു പറയുന്നത് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കാൻ. ഇതെല്ലാം കൊണ്ടുപോയതിൻ്റെ കാരണമാരാ? ഞാനൊരു ഡിപ്ലോമാറ്റോ ഒന്നുമല്ല. ഞാൻ മറ്റുള്ള മാഗസിൻസും പീരിയോഡിക്കൽസും ന്യൂസ് റിസോഴ്സും എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എൻ്റേതായ രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഇതിനകത്ത് എവിടെ ജോർജ് സോറസിൻ്റെ കാര്യം വരുന്നത്? ഇപ്പം ജോർജ് സോറസിൻ്റെ ഒരു ലെറ്റർ എടുത്തിട്ട് ഹംഗേറിയൻ പ്രൈം മിനിസ്റ്റർ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. അതിൻ്റെ അകത്ത് പറയുന്നത്, ജോർജ് സോറസ് പറയുന്നത്, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും മുസ്ലിംസിനെ എൻട്രി ചെയ്യിപ്പിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യൂറോപ്യൻ രാജ്യങ്ങളിനകത്ത് മുസ്ലിംസിനെ കയറ്റാൻ വേണ്ടി ജോർജ് സോറസ് ഫണ്ട് ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ അകത്ത് എന്താണ് സത്യം, എന്താണ് ഉള്ളടക്കം ഇന്നും ആരും ഇതെല്ലാം ഹിഡൻ അജണ്ടകളാണ് പല രീതിയിൽ. ഇതിങ്ങനെ വേവ് പോലെ ഇങ്ങനെ സഞ്ചരിക്കും. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതാണ് ഈ ജോർജ് സോറസ് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുള്ളത്.